ഹായ്, ഇതെന്താന്നോ? ഇതാണ് നമ്മുടെ ചീമച്ചക്ക എന്ന് പറയുന്ന കടച്ചക്ക കേട്ടോ. നമുക്കിവിടെ ഒരു വലിയൊരു പ്ലാവുണ്ട്, നല്ല പൊക്കത്തിലാണ്. റബ്ബർ മരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്, നല്ല പൊക്കത്തിലാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ചാടിയതാണ്. ഇത് നമുക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. കടച്ചക്ക എന്ന് പറഞ്ഞാൽ ചക്കയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. അതിനുള്ളിൽ ഒരു കുരുവൊന്നുമില്ലേ. ഇത് നമ്മൾ കറി വയ്ക്കാനും പുഴുങ്ങി തിന്നാനൊക്കെ ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഇത് കണ്ടോ, ഇത് മുഴുവൻ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ചക്കയുടെ ഒരു കൂഞ്ഞിൽ പോലെ ചെറിയൊരു കൂഞ്ഞിലുണ്ട്. പിന്നെ ഈ തൊണ്ടങ്ങ് ചെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറി വെച്ചോ പുഴുങ്ങിയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ കടപ്ലാവേ, റബ്ബർ മരത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. അങ്ങ് മുകളിലാണ് നിൽക്കുന്നത്. കണ്ടോ, അത്രയും പൊക്കത്തിലാട്ടോ. ഇതിന് മേള് നിറച്ചും ചക്കയുണ്ട്. ഇതുകൊണ്ട് അതതിൻ്റെ ചെറിയൊരു തൈയാണേ. മരം കുറേ ദൂരെയാണെങ്കിലും അതിൻ്റെ വേരിയത് ഇങ്ങനെ വളർന്നിട്ട് വേരിയെന്നാണ് ഇതിങ്ങനെ തൈ മുളയ്ക്കുന്നത് കേട്ടോ. നമ്മളെ കുരു നട്ടുന്ന അല്ല മുളപ്പിക്കുന്നത്, അതിൻ്റെ വേരിന്ന് മുളച്ച തൈയായിട്ട് ഇത്. അതുകൊണ്ട് അതിൻ്റെ വേര് ഈ വേരിന്നാണ് ഇത് മുളച്ച് ഇങ്ങനെ വേര് ഇങ്ങനെ നീണ്ടു വന്നിട്ട് ആ വേരിന്നാണ് ഈ തൈ ഇങ്ങനെ മുളച്ച് വരുന്നത് കേട്ടോ. ഇതാണ്ട് ഇല കണ്ടോ, ആനിയുടെ ഇല പോലെ ഇരിക്കും. ഇതാണ് എൻ്റെ തൈ കേട്ടോ. അപ്പം ഇനി നമ്മുടെ കടച്ചക്ക കറി വെച്ച് അടുത്ത വീഡിയോ വരാം കേട്ടോ. ബൈ.